നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ വേനൽ കടുക്കുന്നു. രാജ്യത്തെ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയതിൽ കോട്ടയം പട്ടണവും. സൂര്യാഘാതത്തിലും നിർജ്ജലീകരണത്തിലും മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ. ദർശന പുണ്യവുമായി ശബരിമലയിൽ മകരവിളക്ക്. അയ്യനെ തൊഴുത് മലയിറങ്ങി പതിനായിരങ്ങൾ. തിരുവാഭരണം ചാർത്തി അയ്യനെ തൊഴാൻ 17-ാം തീയതി വരെ അവസരം. 20-ന് നടയടയ്ക്കും. SC/ST ലിസ്റ്റിൽ ക്രീമിലെയർ നടപ്പാക്കുന്നതിനെതിരെ ദളിത് ആദിവാസി സംഘടനകൾ. ദേശീയ പ്രക്ഷോഭം നടക്കും. കേന്ദ്ര സർക്കാർ നിലപാടിൽ നിന്നും പിന്നോക്കം പോകുന്നതായി അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് തുടക്കം. ചന്തക്കുളത്തിൽ കൊടിമരം ഉയർത്തി. വാർത്തകൾ വിശദമായി. കടുത്ത വേനലിൽ കരിഞ്ഞ് കോട്ടയം ജില്ല. പകൽ സമയങ്ങളിൽ പുറത്തേക്കിറങ്ങിയാൽ വെന്തുപോകുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 2 ദിവസമായി ചെറിയ തോതിൽ വേനൽ മഴ പെയ്തെങ്കിലും ചൂടിന് യാതൊരു ശമനവുമില്ല. വേനൽക്കാലം എത്തും മുൻപേ ജനുവരി ചൂടിൽ വെന്തുരുകി കോട്ടയം ജില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് കോട്ടയമാണ്. 36 ഡിഗ്രി സെൽഷ്യസാണ് ജില്ലയിൽ താപനില. പകൽ സമയങ്ങളിൽ പുറത്തേക്കിറങ്ങിയാൽ പൊള്ളിപ്പോകുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വേനൽമഴ ജില്ലയിൽ ചെറിയ തോതിൽ ലഭിച്ചെങ്കിലും കനത്ത ചൂടിന് യാതൊരു കുറവുമില്ല. സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. കനത്ത വേനലിൽ മനസ്സിനും ശരീരത്തിനും കുളിർമയേകാൻ വഴിയോരങ്ങളിൽ വിവിധ പാനീയങ്ങളുടെ വിപണനവും സജീവമാണ്. സംഭാരം, തണ്ണിമത്തൻ, കരിക്ക്, കരിമ്പിൻ ജ്യൂസ് എന്നിവയുടെ എല്ലാം വിൽപ്പനയും തകൃതിയായി നടക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആയിരങ്ങളെ ഭക്തിയുടെ കൊടുമുടിയിലേറ്റി ശബരിമലയിൽ മകരവിളക്ക് ദർശനം. അയ്യനെ തൊഴുത് ആയിരങ്ങൾ മലയിറങ്ങി. ജനുവരി 17-ന് രാത്രി വരെ തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ തൊഴാം. ജനുവരി 20-ന് തീർത്ഥാടന കാലം പൂർത്തിയാക്കി നടയടയ്ക്കും. മകരസംക്രമ സന്ധ്യയിൽ ദർശന പുണ്യമേകിയ മകരവിളക്ക് ദർശിച്ച് ആയിരങ്ങൾ മലയിറങ്ങി. കൂപ്പുകൈകളുമായി ശരണം വിളികളോടെ നിന്ന ഭക്തജനങ്ങൾക്ക് മുന്നിൽ മകരജ്യോതി ദൃശ്യമായി. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം അണിയിച്ച് ദീപാരാധന നടന്ന അതേ മുഹൂർത്തത്തിലായിരുന്നു ദർശനം. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയെ ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് അധികൃതരുടെ നേതൃത്വത്തിൽ വരവേറ്റു. 18-ാം പടി വഴി സന്നിധാനത്തെത്തിയ ഘോഷയാത്ര കൊടിമര ചുവട്ടിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, MLA-മാരായ KU ജനീഷ് കുമാർ, പ്രമോദ് നാരായൺ, ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് തിരുവാഭരണം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടന്നു. ഭക്തർക്കായി തിരുവാഭരണം അണിഞ്ഞുള്ള ദർശനവും ആരംഭിച്ചു. ജനുവരി 17-ന് രാത്രി വരെ തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ കണ്ടുതൊഴാം. ജനുവരി 18-ന് രാവിലെ 10 വരെ നെയ്യഭിഷേകം ഉണ്ടാകും. ജനുവരി 19 രാത്രി വരെ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 20-ന് രാവിലെ 6:30-ന് നടയടയ്ക്കും. ജനുവരി 15 മുതൽ 18 വരെ വെർച്വൽ ക്യൂ വഴി 50,000 പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേരെയും പ്രവേശിപ്പിക്കും. 19-ന് വെർച്വൽ ക്യൂ വഴി 30,000 പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേരെയും കടത്തിവിടും. ന്യൂസ് ബ്യൂറോ, എരുമേലി. SC/ST ലിസ്റ്റിൽ ക്രീമിലെയർ നടപ്പാക്കുന്നതിനെതിരെ ദളിത് ആദിവാസി സംഘടനകൾ ദേശീയതല പ്രക്ഷോഭം ആരംഭിക്കുന്നു. ക്രീമിലെയർ വിഷയത്തിൽ സത്യവാങ്മൂലം നൽകാതെ കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോകുകയാണെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ജനറൽ കൺവീനർ M ഗീതാനന്ദൻ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SC/ST ലിസ്റ്റിൽ ക്രീമിലെയർ നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെ സംയോജിപ്പിച്ച് ദേശീയ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുന്നു. SC/ST ലിസ്റ്റിൽ ഉപസംവരണം നിർദ്ദേശിക്കുന്ന 2024 ഓഗസ്റ്റ് 1-ലെ സുപ്രീം കോടതി വിധിയിൽ ക്രീമിലെയർ നടപ്പാക്കണമെന്ന് അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടിരുന്നു. SC/ST സംഘടനകളുടെ ദേശീയതല പ്രതിഷേധവും NDA മുന്നണിയിലെ ദളിത് ആദിവാസി MPമാരുടെ എതിർപ്പും കണക്കിലെടുത്ത് ക്രീമിലെയർ നടപ്പാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകനായ അശ്വനി കുമാർ ഉപാധ്യായ ക്രീമിലെയർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പുതിയ ഒരു ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിലവിലുള്ള കേസിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഫയൽ ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനാ നിലപാടും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടും നിലവിലുണ്ടായിട്ടും ക്രീമിലെയർ വിഷയത്തിൽ സത്യവാങ്മൂലം വൈകുന്നതിൽ നിന്നും പ്രഖ്യാപിത നിലപാടിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോകുകയാണെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് മുന്നണി ജനറൽ കൺവീനർ M ഗീതാനന്ദൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഇതുവരെ അതിൽ ഒരു നിലപാട് അറിയിച്ചിട്ടില്ല. ഒരു അഫിഡാവിറ്റ് ആ വിഷയത്തിൽ കൊടുത്തില്ല. സാങ്കേതികമായി കൊടുക്കേണ്ടതിന് തടസ്സങ്ങളില്ല. കാരണം ക്രീമിലെയർ SC/STയിൽ പാടില്ല എന്നുള്ളത് ഭരണഘടനാപരമായിട്ടൊരു പൊസിഷനാണ്. അത് നേരത്തെ തന്നെ സുപ്രീം കോടതി ക്ലിയർ ചെയ്യപ്പെട്ടതാണ്. ഏറ്റവും അവസാനം ഈ ഉപസംഹരണ വിധി വന്നതിന് ശേഷം ദേശീയ തലത്തിലുള്ള വലിയ ഹ്യൂ ആൻഡ് ക്രൈ ഉണ്ടാകുകയും
NDAയിൽ തന്നെയുള്ള ഘടകകക്ഷികളായിട്ടുള്ള SC/ST വിഭാഗങ്ങൾ സ്ട്രോങ് ആയി അതിനെതിർക്കുകയും ചെയ്തപ്പോൾ അന്ന് ക്യാബിനറ്റിന്റെ അഭിപ്രായമായി SC/ST ലിസ്റ്റിൽ ക്രീമി ലെയർ നടപ്പാക്കില്ല എന്ന് ഗവൺമെന്റ് മോദി സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനം നിലനിന്നിട്ടും ഇതുവരെ ഈ പറയുന്ന പൊതുതാൽപര്യ ഹർജി നിലപാട് അറിയിക്കാതെ തുടരുകയാണ് ചെയ്യുന്നത്. ജനുവരി അവസാനത്തോടെ അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് മുന്നണി ദേശീയ ക്യാമ്പയിൻ ആരംഭിക്കും. മാർച്ച് മാസം ഡൽഹിയിൽ പ്രതിഷേധ കൺവെൻഷൻ സംഘടിപ്പിക്കും. ഇതിനുള്ള പ്രാരംഭ നടപടികൾ ചർച്ച ചെയ്യാൻ ജനുവരി 17-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കോട്ടയം PWD റെസ്റ്റ് ഹൌസിൽ ദളിത് ആദിവാസി സംഘടനകളുടെ നേതൃയോഗം ചേരുമെന്നും M. ഗീതാനന്ദൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി മുന്നണി നേതൃത്വത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയാവകാശ പ്രഖ്യാപന സമ്മേളനത്തിന്റെ സ്വാഗത സംഘവും ജനുവരി 17-ന്റെ യോഗത്തിൽ തീരുമാനിക്കും. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കൺവീനർ CJ തങ്കച്ചൻ, ചെയർമാൻ IR സദാനന്ദൻ, വർക്കിംഗ് ചെയർമാൻ K. അംബുജാക്ഷൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ചന്തക്കടവിൽ അലങ്കാരങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ചന്തക്കുളത്തിന്റെ മധ്യഭാഗത്ത് കൂറ്റൻ കൊടിമരം ഉയർത്തി. അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ തിരുനാളിന് തുടക്കമായി. തിരുനാളിനോടനുബന്ധിച്ച് ചന്തക്കടവിലെ അലങ്കാരങ്ങൾക്കും മിനുക്കുമണികൾക്കും പരമ്പരാഗതമായി അതിരമ്പുഴ മാർക്കറ്റിലെ തൊഴിലാളികളാണ് നേതൃത്വം നൽകുന്നത്. ജനുവരി 24-ാം തീയതി നഗരപ്രദക്ഷിണം ചന്തക്കടവിൽ എത്തും. അപ്പോഴേക്കും ടൗൺ കപ്പിളയും പരിസരവും വൈദ്യുത ദീപങ്ങളാൽ വർണ്ണാഭമാകും. ഇതിനായി ചന്തക്കടവിൽ കൊടിമരം ഉയർത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് കാമിച്ചേരി ആശീർവദിച്ച് നൽകിയ കൊടിമരം ചന്തക്കടവിലെ തൊഴിലാളികൾ ചേർന്നാണ് ഉയർത്തിയത്. ആത്മീയ പിതാവ് ഫാദർ എബ്രഹാം കാടാത്തുകളം, അസിസ്റ്റന്റ് വികാരി ഫാദർ ടോണി മണക്കുന്നൽ, കൺവീനർമാരായ ജോർജ് കുട്ടി കുറ്റിയിൽ, PV മൈക്കിൾ, പഞ്ചായത്ത് പ്രസിഡന്റ് OS സജി കോട്ടയരികിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതിരമ്പുഴ പള്ളി കൈക്കാരനുമായ തോമസ് പുതുശ്ശേരി, പഞ്ചായത്ത് മെമ്പറും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയിസ് മൂലക്കരി, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിജു വലിയമല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സെറിബ്രൽ പൾസി എന്ന രോഗത്താൽ വലയുകയാണ് അഭിഷേക് എന്ന 18 വയസ്സുകാരൻ. മകന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ വലിയ തുക കണ്ടെത്താൻ കഴിയാതെ വിധിയോട് പൊരുതുകയാണ് അഭിഷേകിന്റെ കുടുംബം. പൊൻകുന്നം 20-ാം മൈൽ സ്വദേശിയാണ് അഭിഷേക്. സെറിബ്രൽ പാൾസി ബാധിച്ച മകനുമായി ജീവിതത്തോട് പൊരുതുകയാണ് ബിന്ദു എന്ന വീട്ടമ്മ. പൊൻകുന്നം 20-ാം മൈൽ പൊരുന്നക്കാട്ടിൽ വീട്ടിൽ അഭിഷേക് എന്ന 18-കാരനാണ് സെറിബ്രൽ പാൾസി എന്ന രോഗവുമായി വലയുന്നത്. ജനിച്ച നാൾ മുതൽ സെറിബ്രൽ പാൾസി ബാധിതനാണ് അഭിഷേക്. അഭിഷേകിന് 2 വയസ്സുള്ളപ്പോൾ അച്ഛൻ ഉപേക്ഷിച്ചു പോയി. പിന്നീട് ഇങ്ങോട്ട് അമ്മ ബിന്ദുവിന്റെ പോരാട്ടമായിരുന്നു വിധിയെ തോൽപ്പിക്കാൻ. കൂലിപ്പണി ചെയ്തും വീട്ടുപണി ചെയ്തുമാണ് ബിന്ദു കുടുംബം പുലർത്തുന്നത്. ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് രൂപ അഭിഷേകിന്റെ ചികിത്സയ്ക്ക് ചെലവായി. അഭിഷേകിന് മൂത്തത് 2 സഹോദരിമാരാണ്. മൂത്തയാൾ എറണാകുളത്ത് പഠിക്കുന്നു. രണ്ടാമത്തെ ചേച്ചി BCom പഠനത്തിനായി ചേർന്നെങ്കിലും അഭിഷേകിനെ നോക്കാൻ ആളില്ലാത്തതിനാൽ പഠനം ഉപേക്ഷിച്ച് അഭിഷേകിനെ പരിചരിക്കുകയാണ്. പഠനകാലയളവിലെല്ലാം എല്ലാ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ചവരാണ് ഇവർ. സ്വന്തമായി വീടോ സ്ഥലമോ ബിന്ദുവിനില്ല. തറവാട്ട് വീടാണിത്. കോട്ടയം അർബൻ ബാങ്കിൽ ആധാരം പണയപ്പെടുത്തി 90,000 രൂപ വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുകയാണ്. ജപ്തി നടപടികളിലേക്ക് നീങ്ങുകയാണ് ബാങ്ക്. ഷീറ്റിട്ട ഈ ചെറിയ വീടിന്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അഭിഷേകിന്റെ അമ്മ ബിന്ദു. എൻ്റെ മോന് ജനിച്ച നാൾ മുതൽ സുഖമില്ലാതെ കിടപ്പിലാണ്. 19 വർഷമായി. എനിക്ക് ഇതുകൂടാതെ 2 പെൺപിള്ളേരാണുള്ളത്. മൂത്തയാൾ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആൾ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയില്ല. അപ്പം ഞങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം അവൾ പഠിത്തം നിർത്തി അനിയനെ നോക്കാനായിട്ട് വീട്ടിൽ നിൽക്കുന്നു. പിന്നെ ഇതുകൂടാതെ ഇത് അച്ഛൻ്റെ അമ്മയുടെ സ്ഥലമാണ്. ഞങ്ങൾക്ക് സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിനും ഒരു ലോണുണ്ട് ബാങ്കിൽ. 90,000 രൂപ കുടിശ്ശികയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു തുച്ഛമായ വരുമാനത്തിലാണ് എൻ്റെ വീട് കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾക്ക് സഹായിക്കാനായിട്ട് ആരുമില്ല. അപ്പം ഈ വീടിൻ്റെ ജപ്തിയുടെ ഓരോ നടപടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കത് തിരിച്ചെടുക്കണം. പിന്നെ രണ്ടാമത്തെ മോളെ പഠിപ്പിക്കണം. ഞാൻ ജോലിക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ സാമ്പത്തികമായിട്ടും കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും, അതായത് നമുക്ക് ചിലവ് കാര്യങ്ങളൊന്നും നമുക്ക് മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ മാക്സിമം ഇത് കാണുന്നവർ ഞങ്ങളെ സഹായിക്കണം. കുഞ്ഞിൻ്റെ
ആവശ്യങ്ങൾക്ക് വേണ്ടി ചികിത്സയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം ആവശ്യമാണ്. അഭിഷേകിന്റെ കുടുംബത്തെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ അമ്മ ബിന്ദുവിന്റെ പേരിൽ SBIയുടെ പൊൻകുന്നം ശാഖയിലുള്ള അക്കൗണ്ടിൽ സഹായം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. അക്കൗണ്ട് നമ്പർ 673103554666. IFSC കോഡ് SBIN 00701337. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജ്ഞാനായ സമുദായ ദിനാചരണത്തോടനുബന്ധിച്ച് ജനുവരി 18 ഞായറാഴ്ച ചിങ്ങവനത്ത് നടക്കുന്ന ജ്ഞാനായ മഹാസംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 2:30 കുറിച്ചി മന്ദിരം തിരുശേഷിപ്പ് ചാപ്പലിൽ നിന്നും മഹാറാലി ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് ചിങ്ങവനം സെന്റ് ജോൺസ് പുത്തൻപള്ളിയിലെ ജ്ഞാനായ തൊമ്മൻ നഗറിൽ ചേർന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ ദേവാലയങ്ങളിൽ നിന്നും ജ്ഞാനായ സമുദായത്തിന്റെ വിദേശത്തുള്ള അതോ ഗൾഫ്, കേരളത്തിന് പുറത്തുള്ളത്, ഗൾഫ്, ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ, UK എല്ലായിടത്തു നിന്നുമുള്ള പ്രതിനിധികൾ, പള്ളി പ്രതിനിധികളും സംഘടനകളും അവരവരുടെ ബാനറിന്റെ കീഴില് അണിനിരക്കും. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു 10,000 ആളുകൾ കാണും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. അപ്പൊ ഞങ്ങൾ റാലിയായിട്ട് ഈ മന്ദിരം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ചിങ്ങവനം പുത്തമ്പള്ളിയിലാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഗ്രായിത്വം നഗറിലാണ് ഇത് സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തില് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവറുകളാണ്. 5 മണിക്ക് സമ്മേളനം ആരംഭിക്കും. കാണക്കാരി CSI കോളേജ് ഫോർ ലീഗൽ സ്റ്റഡീസും പനമ്പള്ളി അക്കാദമി ഫോർ കണ്ടിന്യൂവിംഗ് ലീഗൽ എഡ്യൂക്കേഷനും സംയുക്തമായി അഖില കേരള ലോ ക്വിസ് മത്സരം ജനുവരി 17 നടത്തും. രാവിലെ 8:30 കാണക്കാരി ലോ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ക്വിസ് മത്സരം. യുവ അഭിഭാഷകർ ഉൾപ്പെടെ 60ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ലോ കോളേജുകളിൽ നിന്നും ലോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നുള്ള ഏകദേശം 60 ടീമുകൾ മത്സരിക്കുന്ന ആദ്യമായിട്ട് കേരളത്തിൽ നടത്തുന്ന ഒരു സംരംഭമാണ്. നേരത്തെ നടത്തിയിട്ട് പല കോളേജുകൾ, പക്ഷേ ഇത്ര ടീമുകൾ 10-20 ടീമുകൾ. All the government law colleges, all the law departments of various universities, about almost all the self-managed law colleges in Kerala, they have sent a team to us. നമുക്ക് ടീം വിട്ടു തന്നിട്ടുണ്ട്. ബാർ അസോസിയേഷൻ ഒരു പ്രധാന കാര്യമുള്ളത്, കേരളത്തിന്റെ വിവിധ ബാർ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് 2 വർഷത്തിൽ താഴെയുള്ള യുവ അഭിഭാഷക രീതിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ വേറെ പ്രാധാന്യം. ഇതിന്റെ ജഡ്ജിമാരായിട്ടിരിക്കുന്നത് കേരള സിക്കിം ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് പയസ് കുര്യാക്കോസ്, ഫോർമർ ജഡ്ജി കേരള ഹൈക്കോടതി സുനിൽ തോമസ്, ഫോർമർ retired judge Mrs. Sophie Thomas, former judge A.M. Babu. ഇവരാണ് ക്വിസ് മാസ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ വേനൽ കടുക്കുന്നു. രാജ്യത്തെ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയതിൽ കോട്ടയം പട്ടണവും സൂര്യാഘാതത്തിലും നിർജ്ജലീകരണത്തിലും മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ. ദർശന പുണ്യവുമായി ശബരിമലയിൽ മകരവിളക്ക്. അയ്യനെ തൊഴുത് മലയിറങ്ങി 10,000. തിരുവാഭരണം ചാർത്തി അയ്യനെ തൊഴാൻ 17-ാം തീയതി വരെ അവസരം. 20-ന് നടയടയ്ക്കും. SC/ST ലിസ്റ്റിൽ ക്രീമിലെയർ നടപ്പാക്കുന്നതിനെതിരെ ദളിത് ആദിവാസി സംഘടനകൾ. ദേശീയ പ്രക്ഷോഭം നടക്കും. കേന്ദ്ര സർക്കാർ നിലപാടിൽ നിന്നും പിന്നോക്കം പോകുന്നതായി അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. അതിരപ്പുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് തുടക്കം. ചന്തക്കുളത്തിൽ കൊടിമരം ഉയർത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.